ഇപ്പം മമ്മൂക്ക ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അന്നും ഇന്നും മമ്മൂക്കയിൽ കാണുന്ന ഒരു കുറച്ച് നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ നമുക്ക് പറയാൻ പറ്റുന്ന. ഒരുപാട് നല്ല അപ്പോൾ അത് കാര്യങ്ങളുണ്ട്. കുറച്ച് നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. നല്ല കാര്യങ്ങളാണ് ചോദിച്ചേ. ഏറ്റവും നല്ല മനുഷ്യനാണ് മമ്മൂക്ക. എനിക്കതാ പറയാൻ പറ്റുള്ളൂ. ഭൂതക്കണ്ണാടിയിൽ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ ബന്ധങ്ങളിൽ നിന്നാണ് മമ്മൂക്ക അടുത്ത പ്രൊജക്റ്റ് മമ്മൂക്കൊരു തമിഴ് പടം ചെയ്യുന്നത്. മറുമലർച്ചി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ മമ്മൂക്ക ജോർജ് ചേട്ടനുണ്ടെന്ന്, മമ്മൂക്കയുടെ കൂടെ അന്നും ജോർജ് ചേട്ടനാണ്. ആ ജോർജ് ചേട്ടനെ വിളിച്ചിട്ട് പറയുന്നു, അവിടെ അടുത്ത തമിഴ് പടത്തിന് ഇവനങ്ങോട്ട് കൂട്ടിക്കൊള്ളാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ താമസം എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴും മദ്രാസിൽ തന്നെയാണ് താമസം. നീ ഓഫീസിൽ ചെല്ല്. ഓഫീസിൽ ചെന്നിട്ട് അന്ന് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നവോദയ മണി എന്ന് പറയും, പുള്ളി ഇന്നില്ല, മരിച്ചു. മണിച്ചേട്ടനായിരുന്നു അന്നും ഭൂതക്കണ്ണാടി വർക്ക് ചെയ്തിരുന്നത് എക്സിക്യൂട്ടീവായിട്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മമ്മൂക്കയാണ് എന്നെ ഏർപ്പാടാക്കി തരുന്നത്, തമിഴിൽ വർക്ക് ചെയ്യാനായിട്ട് ഭൂതക്കണ്ണാടി കഴിഞ്ഞിട്ട്. പിന്നെ തമിഴിൽ കുറച്ച് പടങ്ങൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട്